എന്തായാലും ഇന്ന് തിരച്ചിൽ തുടരും. 6 സോണുകളായിട്ടാണ് പ്രധാനമായും തിരച്ചിൽ ഉണ്ടാവുക. കഴിഞ്ഞ ദിവസങ്ങളേക്കാൾ കൂടുതൽ ഊർജിതമായുള്ള തിരച്ചിലായിരിക്കും. ആസൂത്രണത്തോടു കൂടിയുള്ള തിരച്ചിൽ എന്ന് തന്നെ പറയേണ്ട സാഹചര്യം. കൂടുതൽ ആസൂത്രണത്തോടു കൂടിയുള്ള തിരച്ചിൽ ഇന്നും ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. മന്ത്രിസഭാ ഉപസമിതി അടക്കം വിവിധ സേനകളുടെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായുള്ള യോഗമടക്കം ചേർന്നിരുന്നു. ഏറ്റവും പ്രധാനമായി ഇന്ന് തിരച്ചിൽ ദുരന്തഭൂമിയിൽ തുടരുകയാണ്. ഇനി എന്തായാലും പ്രധാനമായും പുഞ്ചിരിമറ്റത്തായിരിക്കും തിരച്ചിലെന്ന് മനസ്സിലാക്കുന്നു. നമുക്കറിയാം, ഈ ചൂരൽമല അങ്ങാടിയിൽ നിന്ന് പുഞ്ചിരിമട്ടം ഗ്രാമത്തിലേക്ക് കൃത്യം 2.5 കിലോമീറ്റർ ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ 2 ഗ്രാമങ്ങളെ മണ്ണു വിഴുങ്ങിയ ആ രാത്രിക്ക് ശേഷം ചൂരൽമലയിൽ നിന്ന് പുഞ്ചിരിമറ്റത്തേക്ക് 3 പകലിന്റെ ദൂരം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. മുണ്ടക്കൈയിലെ മൺകൂനകൾക്ക് മുകളിലൂടെ രണ്ട് മണ്ണുമാന്ത്രി യന്ത്രങ്ങൾ മാത്രമാണ് അവിടെ എത്തിയത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം എന്തായാലും ഈ മുണ്ടക്കൈ ഗ്രാമത്തിനും അപ്പുറത്താണ് പുഞ്ചിരിമട്ടം. ഈ ഉരുൾപൊട്ടലിൽ ചൂരൽമലയിലെ പാലം തകർന്നതോടെ മുണ്ടക്കൈയിലേക്ക് എത്താൻ രക്ഷാപ്രവർത്തകർക്ക് കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഈ പാലം സൈന്യം ഇന്നലെ ബെയിലി പാലത്തിന്റെ പണി പൂർത്തിയാക്കിയതോടുകൂടി പുഞ്ചിരിമറ്റത്തേക്കും രക്ഷാപ്രവർത്തകർക്ക് എത്താൻ സാധിക്കും. പിന്നീട് എന്തായാലും ഈ പുഴയിൽ വെള്ളം കുറഞ്ഞ സമയത്ത് 3 മണ്ണുമാന്തി യന്ത്രങ്ങളുമായിട്ടാണ് ആദ്യം ചൂരൽമലയിൽ നിന്ന് പുഞ്ചിരിമറ്റത്തേക്ക് എത്താൻ ശ്രമിച്ചത്. പക്ഷേ അപ്പോഴാണ് ഈ ദുരന്തത്തിന്റെ വ്യാപ്തി എത്രമാത്രമുണ്ട് എന്ന് മനസ്സിലായത്. അവിടേക്ക് ഒരു രക്ഷാപ്രവർത്തകർക്ക് പോലും എത്താൻ സാധിക്കാത്ത സാഹചര്യമാണ് എന്ന് മനസ്സിലായത്. ഈ ഒരു സാഹചര്യത്തിലാണ് എന്തായാലും ഇന്ന് ഏറ്റവും പ്രധാനമായി പുഞ്ചിരിമറ്റത്തും തിരച്ചിലുണ്ടാകും. ഈ ഉരുൾപൊട്ടലിന്റെ ഭീകരത അത് എന്താണെന്ന് അറിയണമെങ്കിൽ പുഞ്ചിരിമറ്റം എന്ന ഗ്രാമത്തിൽ എത്തണം. അവിടെ എത്തിയാൽ മാത്രമേ എത്രമാത്രം ഭീകരമാണ് സാഹചര്യം എന്ന് നമുക്ക് ഇനിയും മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഇനിയും അത് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് പറയുമ്പോൾ തന്നെ നമുക്കത് എത്രമാത്രമുണ്ട് എന്ന് മനസ്സിലാവും. കാരണം ഈ 3 ദിവസം കൊണ്ട് തന്നെ, കഴിഞ്ഞ 3 ദിവസം കൊണ്ട് തന്നെ ഈ ഒരു ഉരുൾപൊട്ടലിന്റെ ഭീകരത മനസ്സിലാക്കിയവരാണ് നമ്മൾ. ഒത്തൊരുമിച്ച് വയനാടിനെ തിരിച്ചുപിടിക്കാൻ ശ്രമിച്ചവരാണ് നമ്മൾ. പക്ഷെ അപ്പോഴും പുഞ്ചിരിമറ്റത്തേക്ക് നമ്മൾക്ക് എത്താൻ സാധിച്ചിട്ടില്ല. ഇനി ആ സ്ഥലത്തെത്തുമ്പോൾ മാത്രമേ ഇത് മഹാദുരന്തമല്ല, അതിനപ്പുറം മറ്റു വാക്കുണ്ടെങ്കിൽ അത് പറയേണ്ടി വരുമെന്ന് മനസ്സിലാവുകയുള്ളൂ. ജനവാസ കേന്ദ്രമായിരുന്ന പുഞ്ചിരിമറ്റത്ത് ഇപ്പോൾ വെറും കല്ലും മണ്ണും മാത്രമാണ് ഉള്ളത്. ഉരുൾപൊട്ടലിന് ശേഷം പൂർണ്ണമായും ഒറ്റപ്പെട്ട അവസ്ഥയിലായിരുന്നു ഈ പ്രദേശം. ആദ്യ ഉരുൾപൊട്ടലിന് ശേഷം കുറച്ചാളുകളെ ഇവിടെ നിന്ന് മാറ്റാൻ കഴിഞ്ഞിരുന്നു. രക്ഷാപ്രവർത്തനത്തിനിടയിൽ രാവിലെ 4 തവണയാണ് ഇവിടെ ഉരുൾപൊട്ടിയത്. യഥാർത്ഥത്തിൽ എന്തായിരുന്നു സംഭവിച്ചതെന്ന് പോലും ആൾക്കാർക്ക് അറിയാൻ സാധിക്കാത്ത സാഹചര്യമായിരുന്നു. എന്തായാലും ഇന്ന് പുഞ്ചിരിമറ്റത്ത് തിരച്ചിലുണ്ടാകും.